സംസ്ഥാന സർക്കാരിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം തള്ളാതെ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പരാജയ കാരണങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാർട്ടി തിരുത്തൽ നടപടികളിലേക്ക് കടക്കും. കേന്ദ്ര കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും യെച്ചൂരി കോഴിക്കോട്ട് പറഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സ്റ്റേറ്റ് ചേരുന്നു. ഇർഫാൻ, പല ജില്ലാ കമ്മിറ്റികളിലും പാർട്ടിക്കെതിരെയും ഭരണത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയങ്ങളും ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ സീതാറാം യെച്ചൂരിയുടെ ഈ ഒരു നിലപാട്? ഈ കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് യെച്ചൂരി മാറിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വേണമോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും എന്നാണ് യെച്ചൂരി പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച് യെച്ചൂരി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊരു കേന്ദ്ര കമ്മിറ്റി അംഗം തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് യെച്ചൂരി പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനങ്ങൾ കാര്യമായി ഉണ്ടായില്ല എന്നും യെച്ചൂരി പറഞ്ഞു വെക്കുന്നു. പരാജയത്തിൻ്റെ കാരണങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുമുന്നണിക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്കും ഉണ്ടായ പരാജയത്തിൻ്റെ കാരണങ്ങൾ പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ചർച്ച ചെയ്യും. അത് പരിഹരിച്ച് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് യെച്ചൂരി പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ഞെരുക്കിയതും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങിയതും തിരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണമായി കണ്ടെത്തിയതായും ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തിയ ഒരു തിരഞ്ഞെടുപ്പ് ആയിരുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് അത്തരമൊരു സർക്കാരിൻ്റെ വിലയിരുത്തൽ സംബന്ധിച്ച ഒരു കാര്യങ്ങളിലേക്ക് പൊതുജനങ്ങൾ കടക്കുക. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കണ്ടത് എന്നും യെച്ചൂരി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിരുന്നല്ലോ. ചില അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടി യോഗങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത്. അത് ശരിയല്ല എന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. വീഴ്ച ഏതൊക്കെ കാര്യങ്ങളിലാണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വീഴ്ചകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ കീഴ്ഘടകങ്ങളിൽ ഉൾപ്പെടെ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകും. സംഘടിതമായി സുസജ്ജമായും ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ ഈ തിരുത്തലുകൾ വരുത്തും എന്നാണ് CPMന്റെ ജനറൽ സെക്രട്ടറി കോഴിക്കോട് പറഞ്ഞത്. ശരി ഇർഫാൻ, സർക്കാരിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം തള്ളാതെയാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചത്. യെച്ചൂരിയുടെ വാക്കുകളിലേക്ക്. We made our assessments. The areas have been identified where there is corrective measures will be undertaken, and those I told you will be informed to you. In the meanwhile, stop please spreading slanderous news. People who have not spoken in the Central Committee are charged with saying that they have attacked the General Secretary and the central line. I mean, they are complete, absolute falsities. Talk on concrete issues, and that is what we expect you to discharge your responsibility. Okay? Comrade, is there any correction measures in regard of the state government coming? That's what I told you. All these areas have been identified, what needs to be corrected. That will, the state committee will meet and then it will announce. Any changes in the government coming? Any changes in the government coming? I told you these have to be tackled. That will be done by the next state committee. That is, I'm asking, you have already identified the area or you are still in that process to identify the various areas? No, we've identified.